ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് തിങ്സ് ടു ബി കൺസിഡേർഡ് ഇൻ സബ് റൂട്ടീൻ. അതായത് ഒരു സബ് റൂട്ടീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പോയിന്റ്സുകളാണ് നമുക്കിവിടെ ഇനി നോക്കാനുള്ളത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ കോൾ ഇൻസ്ട്രക്ഷൻ പ്ലേസസ് ദി റിട്ടേൺ അഡ്രസ് അറ്റ് ദി ടു മെമ്മറി ലൊക്കേഷൻ ഇമ്മീഡിയറ്റ്ലി ബിഫോർ വേർ ദി സ്റ്റാക്ക് പോയിന്റർ ഈസ് പോയിന്റിംഗ്. അതായത് ഒരു കോൾ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ അഡ്രസ് വാല്യൂ അപ്പോൾ തന്നെ സ്റ്റാക്കിലോട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പുഷ് ചെയ്യും. അതുകൊണ്ട് കോൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാക്ക് പോയിന്റർ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ അവിടെ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ടേക്സ് ദി കണ്ടന്റ്സ് ഓഫ് ദി ടു മെമ്മറി ലൊക്കേഷൻ അറ്റ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആൻഡ് യൂസസ് ദീസ് ആസ് ദി റിട്ടേൺ അഡ്രസ്. അപ്പം ഇനി സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്ന രണ്ട് മെമ്മറി ലൊക്കേഷനിലെ വാല്യൂസ് എന്തൊക്കെയാണോ ഉള്ളത് അത് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിലേക്ക് എടുത്തു വെക്കും, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റാക്കിന്റെ ടോപ്പിൽ കിടക്കുന്ന രണ്ട് മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന സ്റ്റാക്കിന്റെ ടോപ്പിലെ രണ്ട് മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണോ അതിനെടുത്തിട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുക. ഈ ഒരു സ്റ്റാക്ക് പോയിന്റർ ഇതിന്റെ ഇടക്കെങ്ങാനും വെച്ചിട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോങ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും അഡ്രസ് ആയിരിക്കും റിട്ടേൺ അഡ്രസ് ആയിട്ട് കിട്ടുക എന്നുണ്ടാവും. നമ്മളൊരു സബ് റൂട്ടീനിലേക്ക് കയറി സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ എങ്ങാനും നമ്മൾ ഈ ഒരു സ്റ്റാക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാക്കിലെ ടോപ്പ് വാല്യൂസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ് റൂട്ടീന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ സബ് റൂട്ടിൽ കിട്ടി തിരിച്ച് സ്റ്റാക്ക് പോയിന്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉള്ള മെയിൻ പ്രോഗ്രാമിലോട്ട്, നമ്മൾ നേരത്തെ പോസ് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ പ്രോഗ്രാമിലോട്ട് നമുക്ക് തിരിച്ചു പോയിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ഈ സ്റ്റാക്ക് പോയിന്ററിന്റെ ഇതിന്റെ ഇടക്കെങ്ങാൻ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേൺ, നമ്മൾ അതിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റോങ് ആയിട്ടുള്ള റിട്ടേൺ അഡ്രസ് ആയിരിക്കും കിട്ടുക. അത് വേറെ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ സബ് റൂട്ടീനിന് എന്ത് ചെയ്യാൻ പാടില്ല, സബ് റൂട്ടീന്റെ സ്റ്റാക്ക് പോയിന്റർ വാല്യൂ ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ അഡ്രസ് നമുക്ക് നഷ്ടപ്പെട്ടു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പുഷസ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ഇൻ ദി സബ് റൂട്ടീൻ മസ്റ്റ് ബി സെയിം, അതർവൈസ് ദ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വിൽ pick wrong value of the return address from the stack and the program will fail. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് പുഷ് ഓപ്പറേഷനും അതുപോലെ നമ്പർ ഓഫ് പോപ്പ് ഓപ്പറേഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എത്ര പുഷ് നമ്മൾ ഉപയോഗിച്ചോ അത്രത്തോളം പോപ്പും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പുഷിനനുസരിച്ചുള്ള പോപ്പ് വന്നില്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ തെറ്റായ വാല്യൂ റിട്ടേൺ അഡ്രസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ നമ്പർ ഓഫ് പുഷ് ഇൻസ്ട്രക്ഷനും അതിന്റെ നമ്പർ ഓഫ് പോപ്പ് ഇൻസ്ട്രക്ഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സോ നമ്മൾ നമ്പർ ഓഫ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ഇൻ ദി സബ് റൂട്ടീൻ മസ്റ്റ് ബി സെയിം. നമുക്കൊരു പ്രോപ്പർ സബ് റൂട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവർക്ക് നല്ലൊരു സബ് റൂട്ടീന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ പ്രോപ്പർ സബ് റൂട്ടീൻ ഈസ് ഓൺലി എൻഡഡ് വിത്ത് എ കോൾ ആൻഡ് എക്സിറ്റഡ് വിത്ത് എൻ RET റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. ഒരു പ്രോപ്പർ ആയിട്ട് സബ് റൂട്ടീൻ വർക്ക് ചെയ്യുമ്പോൾ വെച്ചാൽ അതിൽ കോൾ ഇൻസ്ട്രക്ഷൻ, മെയിൻ പ്രോഗ്രാം എന്നൊരു കോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, സബ് റൂട്ടീനിലേക്ക് കയറും, സബ് റൂട്ടീൻ കറക്റ്റ് ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാമിലേക്കുള്ള ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അതാണ് ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോപ്പർ സബ് റൂട്ടീനിലേക്ക് നമ്മൾ സബ് റൂട്ടീൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുന്നത് ഒരു കോൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടും അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുമാണ്. നമ്മുടെ ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ RET എന്നും RT എന്നും ഒക്കെ പല ഏരിയാസിൽ പലതരത്തിൽ ഉപയോഗിച്ചിട്ട് കാണാറുണ്ട്. രണ്ടിനും സെയിം മീനിങ് ആണ്. അതായത് നമ്മൾ റിട്ടേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ചില ടെക്സ്റ്റ് ബുക്ക്, ചില റെഫറൻസുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് RET എന്നും പിന്നെ ചിലതിൽ RT എന്നൊക്കെ കാണും.
അപ്പം ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കാറ്റഗറിയിൽ നമ്മൾ ഈ ഒരു കാറ്റഗറി ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിൽ ഉള്ള പലതരം ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതിൽ ഒരുപാട് തരം ഇൻസ്ട്രക്ഷനുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതിന്റെ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റ് പരിചയപ്പെടും, കാര്യങ്ങൾ ക്ലിയർ ആവും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് ഹാസ് എ സിംഗിൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഒരു എൻട്രി പോയിന്റ് മാത്രമേ എല്ലാ സബ് റൂട്ടീനുകൾക്കും ഉണ്ടാവാൻ പാടുള്ളൂ. അടുത്ത പോയിന്റ്, ഡു നോട്ട് യൂസ് എ കോൾ സ്റ്റേറ്റ്മെന്റ് ടു ജംപ് ഇൻ ടു ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ദി സെയിം സബ് റൂട്ടീൻ. അതായത് നമ്മളൊരു കോൾ ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് സെയിം സബ് റൂട്ടീന്റെ ഡിഫറെന്റ് പോയിന്റിലോട്ട് ജമ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഹാസ് എ സിംഗിൾ എക്സിറ്റ് പോയിന്റ്. ഒരു സിംഗിൾ എൻട്രി പോയിന്റും ഒരു സിംഗിൾ എക്സിറ്റ് പോയിന്റും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു പ്രോപ്പർ സബ് റൂട്ടീന് ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് there should be one return statement from any subroutine. എല്ലാ സബ് റൂട്ടീനുകൾക്കും ചുരുങ്ങിയത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഉണ്ടാകും. ഇത്രയും പോയിന്റ്സുകളാണ് ഒരു പ്രോപ്പർ സബ് റൂട്ടീന്റെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, അതിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഈ കോൾ ആൻഡ് റിട്ടേൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കും. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കണ്ടീഷണൽ കോൾ ആൻഡ് കണ്ടീഷണൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആർ ബേസ്ഡ് ഓൺ 4 ഡാറ്റ കണ്ടീഷൻസ്. അപ്പം നമ്മൾ എന്താണ് കണ്ടീഷണൽ കോളും കണ്ടീഷണൽ റിട്ടേണും എന്ന് പറഞ്ഞില്ല. അപ്പം ഈ ഒരു കോൾ ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമുക്ക് കണ്ടീഷണൽ വെച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് സിംപ്ലി ഒരു കോൾ അല്ലെങ്കിൽ ഒരു റിട്ടേൺ അതിന്റെ കൂടെ തന്നെ നമുക്ക് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കാറ്റഗറിയിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ കോൾ ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമുക്ക് കണ്ടീഷൻ വെച്ചിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതായത് നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ട ജമ്പ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ, അതുപോലെ നമുക്ക് കോളിന്റെയും റിട്ടേണിന്റെയും കൂടെ എന്ത് ഉപയോഗിക്കാൻ പറ്റും, കണ്ടീഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കോൾ അല്ലെങ്കിൽ റിട്ടേണിന്റെ കൂടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ മാത്രം സബ് റൂട്ടീനെ നമുക്ക് കോൾ ചെയ്താൽ മതിയാവും. അല്ല, ഈ ഒരു കണ്ടീഷൻ കോൾ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയുള്ള കണ്ടീഷൻ, അതായത് എന്ത് ടൈപ്പ് കോൾ ആണോ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സബ് റൂട്ടീനെ കോൾ ചെയ്യാൻ മതിയാവും. കണ്ടീഷണൽ കോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റുകൾ, കണ്ടീഷണൽ കോൾ അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 ഫ്ലാഗുകളെയാണ്. അതാണ് കാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, അതുപോലെ നമ്മുടെ പാരിറ്റി ഫ്ലാഗ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മുടെ അതായത് ഒരു ഓപ്പറേഷന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് കാരി ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാരി ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സബ് റൂട്ടീനിലൊക്കെ കടക്കുന്ന തരത്തിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടീഷൻ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ആർ ടെസ്റ്റഡ് ബൈ ചെക്കിംഗ് ദി റെസ്പെക്റ്റീവ് ഫ്ലാഗ്. അപ്പോൾ നമ്മൾ ഇത്തരം കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്യുക ഒരു കറസ്പോണ്ടിങ് ഫ്ലാഗ് വാല്യൂ നോക്കിയിട്ടാണ്. ഫ്ലാഗിന്റെ 0 ആണോ 1 ആണോ എന്നുള്ള വാല്യൂ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കണ്ടീഷനുകളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻ കണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻ ദി പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സബ് റൂട്ടീൻ ഇഫ് ദി കണ്ടീഷൻ ഈസ് മെറ്റ്, അതർവൈസ് ദ മെയിൻ പ്രോഗ്രാം ഈസ് കണ്ടിന്യൂഡ്. അപ്പൊ ഇത്തരം കണ്ടീഷനുകൾ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കോൾ ഇൻസ്ട്രക്ഷൻ സബ് റൂട്ടീനിലേക്ക് കൊണ്ടുപോയുള്ളൂ. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്റെ ബാക്കി എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും അല്ലെ. നമ്മളൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം എഴുതി, ഒരു കോൾ വന്നു, ഒരു കണ്ടീഷണൽ കോൾ വന്നു. ആ കണ്ടീഷണൽ കോൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഫ്ലാഗ് വെച്ച് ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രം സബ് റൂട്ടിലേക്ക് കടക്കും. അത് ഫോൾസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്റെ ബാക്കി എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് എ കണ്ടീഷണൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഈസ് there, return to the main program only when the condition is met, otherwise the sequence is subroutine is continued. കഴിഞ്ഞ പോയിന്റ് പറഞ്ഞത് കണ്ടീഷണൽ കോളിന്റെ കാര്യമാണ്. ഇനിയിപ്പോൾ കണ്ടീഷണൽ റിട്ടേണിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ സബ് റൂട്ടീന്റെ ഉള്ളിൽ തന്നെ കടന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പം ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ എക്സിക്യൂഷൻ സബ് റൂട്ടീനിൽ തന്നെ കിടക്കും. എപ്പോഴാണോ ആ റിട്ടേൺ കണ്ടീഷൻ ട്രൂ ആവുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു കയറുകയുള്ളൂ.
ഇതാണ് കണ്ടീഷണൽ റിട്ടേണിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഇഫ് കോൾ ഈസ് കണ്ടീഷണൽ ദ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി കണ്ടീഷണൽ ഓർ നോൺ കണ്ടീഷണൽ. അതായത് കോൾ ഇൻസ്ട്രക്ഷൻ കണ്ടീഷണൽ ആണെങ്കിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ നമുക്ക് വേണമെങ്കിൽ കണ്ടീഷണൽ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോൺ കണ്ടീഷണൽ ആക്കാം. അതായത് സിംപ്ലി നമുക്ക് റിട്ടേൺ ഉപയോഗിച്ചിട്ട് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത്. അപ്പം ഇവിടെ ഓപ്കോഡ് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, സ്റ്റാറ്റസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് കണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷനാണ്. ഒന്ന് CC, അതായത് കോൾ സബ് റൂട്ടീൻ ഇഫ് ക്യാരി. അതായത് നമ്മളൊരു സീക്വൻസ് ഓഫ് മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ടിൽ ക്യാരി ഉണ്ടോ എന്ന് നമ്മൾ ക്യാരി ഫ്ലാഗിൽ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ CC എന്ന് പറയുന്ന ഓപ്കോഡ്. രണ്ടാമത്തേത് CNC, കോൾ സബ് റൂട്ടീൻ ഇഫ് നോ ക്യാരി. നേരെ തിരിച്ച് ഓപ്പോസിറ്റ്, എന്ത് ചെക്ക് ചെയ്യുന്നു, ക്യാരി ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാരി ഫ്ലാഗ് 0 ആണെങ്കിൽ എടുത്തേക്ക് പോകുന്നു, സബ് റൂട്ടീനെ കോൾ ചെയ്യും. അതാണ് CNC എന്ന് പറയുന്ന ഓപ്കോഡ്. അടുത്ത കണ്ടീഷണൽ കോളാണ്, ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷണൽ കോളാണ് CP, കോൾ സബ് റൂട്ടീൻ ഇഫ് പോസിറ്റീവ്. അതായത് നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെയോ അല്ലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെയോ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ സൈൻ ഫ്ലാഗ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അങ്ങനെ പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നു. അതാണ് CP എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മളൊരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടാവും നമ്മൾ കോൾ എന്ന് പറഞ്ഞിട്ട് സിംപ്ലി ആടെ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സും സ്പെസിഫൈ ചെയ്ത് വെക്കും. അപ്പം അതിൻ്റെ ഒരു വേരിയൻ്റ് ആണ് എന്ത്, നേരെ ഓപ്പോസിറ്റ്. അതായത് സബ് റൂട്ടീൻ, കോൾ സബ് റൂട്ടീൻ ഇഫ് മൈനസ്. അതായത് CM എന്ന് പറയുന്ന ഓപ്കോഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ എന്തൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഒരു റിസൾട്ട് എന്താണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ഫ്ലാഗിൽ നമ്മുടെ സൈൻ ഫ്ലാഗിന്റെ വാല്യൂ 1 ആണോ നോക്കിയിട്ടാണ്. അങ്ങനെ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ് റൂട്ടിനെ കോൾ ചെയ്യുന്നു. അതിപ്പം അവിടെ CM എന്ന് പറയുന്ന ഓപ്കോഡ് യൂസ് ചെയ്യും. ഇനി CZ എന്ന് പറയുന്ന വേറൊരു കണ്ടീഷണൽ കോൾ ഇൻസ്ട്രക്ഷൻ, കോൾ സബ് റൂട്ടീൻ ഇഫ് 0. എന്ത് ചെയ്യുന്നു, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിൽ കിടക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെയോ റിസൾട്ട് 0 ആണെങ്കിൽ, അങ്ങനെ 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നു. 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക നമ്മൾ, 0 ഫ്ലാഗിന്റെ വാല്യൂ 1 ആണോ എന്ന് നോക്കിയിട്ടാണ്. അങ്ങനെ 0 ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, CZന്റെ കൂടെ സ്പെസിഫൈ ചെയ്തിട്ടിരിക്കുന്ന അഡ്രസ് ലൊക്കേഷനിൽ കിടക്കുന്ന സബ് റൂട്ടിനെ കോൾ ചെയ്യും. CZ 4000 ആണെങ്കിൽ 4000 എന്ന് പറയുന്ന സബ് റൂട്ട് അഡ്രസ്സിൽ കിടക്കുന്ന സബ് റൂട്ടിനെ കോൾ ചെയ്യും. ഇനി CNZ നേരെ ഓപ്പോസിറ്റ്, അതായത് കോൾ സബ് റൂട്ടീൻ ഇഫ് നോട്ട് 0. അതായത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ അരിത്തമെറ്റിക്കിന്റെ റിസൾട്ട് 0 അല്ലെങ്കിൽ, അതായത് 0 ഫ്ലാഗ് നോക്കിയിട്ട് 0 ഫ്ലാഗിന്റെ വാല്യൂ 0 ആണ് കിടക്കുന്നത്, ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ അതിന് ശേഷം 0 ഫ്ലാഗ്, സെറ്റ് ഫ്ലാഗ് 0 ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ് റൂട്ടീനെ എന്ത് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു. അതായത് അതിന്റെ മീനിങ്, സെറ്റ് ഫ്ലാഗ് 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, റിസൾട്ട് 0 അല്ല എന്നാണ്. ഇനി നമ്മൾ CP എന്ന് പറയുന്ന കോൾ സബ് റൂട്ടീൻ ഇഫ് പാരിറ്റി ഇവൺ. അപ്പം പാരിറ്റി ഫ്ലാഗ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റസ് ഫ്ലാഗ് നോക്കിയിട്ട് പാരിറ്റി സ്റ്റാറ്റസ് ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ് റൂട്ടീനെ കോൾ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാത്തിനും കൂടി എന്തുണ്ടാവും, ഒരു അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ടൈപ്സ് ഓഫ് കണ്ടീഷണൽ കോൾസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ അടുത്തതാണ് CPO, കോൾ സബ് റൂട്ടീൻ ഇഫ് പാരിറ്റി ഓഡ് പാരിറ്റി ആണെങ്കിൽ. അതായത് ഓഡ് പാരിറ്റി ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഫ്ലാഗ് പാരിറ്റി സ്റ്റാറ്റസ് ഫ്ലാഗിന്റെ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, CPOന്റെ കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സബ് റൂട്ടീനിന്റെ അഡ്രസ് ഉണ്ടാവും. ഈ അഡ്രസ്സിൽ കിടക്കുന്ന ഇൻസ്ട്രക്ഷനിലോട്ടേക്ക് കൺട്രോൾ പോകുന്നു, അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത്രയും ടൈപ്സ് ഓഫ് കണ്ടീഷണൽ കോൾ സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. പലതരം കണ്ടീഷണൽ റിട്ടേൺ ഇൻസ്ട്രക്ഷനുകൾ ഏതൊക്കെയാണ് നോക്കാം.
നേരത്തെ ടേബിൾ പോലെ തന്നെ ചെറിയൊരു മാറ്റം ഇവിടെ ഉള്ളൂ. നമ്മൾ ഇവിടെ ഓപ്പോഡ് നോക്കിയാൽ നമുക്കറിയാം കഴിഞ്ഞ ടേബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സീൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് ആർ എന്നുള്ള പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് ഒരു കണ്ടീഷണൽ റിട്ടേൺ ഉപയോഗിക്കുക നമ്മുടെ സബ് റൂട്ടീൻ നിന്ന് മെയിൻ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സബ് റൂട്ടീൻ ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് പറയുന്നത് റിട്ടേൺ ഇഫ് ക്യാരി ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. അപ്പം ഇതിന്റെ പ്രത്യേകത നമ്മൾ ഇതിന്റെ കൂടെ എന്ത് സ്പെസിഫൈ ചെയ്യില്ല, നമ്മൾ ഒരു അഡ്രസ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെ, നമ്മൾ കോള് കിട്ടിയിട്ടാണ് സബ് റൂട്ടിന്റെ ഉള്ളിലേക്ക് വന്നത്. സബ് റൂട്ടിന്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റാക്കിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട റിട്ടേൺ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ ഇത്തരം ടൈപ്സ് ഓഫ് കണ്ടീഷന്റെ കൂടെ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യേണ്ട, അഡ്രസ് സ്പെസിഫൈ ചെയ്യേണ്ട. സോ റിട്ടേൺ ഇഫ് ക്യാരി ഉണ്ട്. ഒരു സബ് റൂട്ടിന്റെ ഉള്ളിൽ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. ആ പ്രോഗ്രാമിൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ വന്നു. സബ് റൂട്ടിന്റെ ഉള്ളിൽ ഒരു സബ് പ്രോഗ്രാമിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷന്റെ റിസൾട്ട് എന്താണെങ്കിൽ റിസൾട്ടിൽ ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഫ്ലാഗ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ക്യാരി ഉണ്ടെങ്കിൽ എടുത്തേക്ക് പോകുന്നു, RC എടുത്തേക്ക് തിരിച്ചു പോകുന്നു, നമ്മുടെ മെയിൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിലോട്ട് പ്രോഗ്രാം കൗണ്ടറിലേക്ക് വാല്യൂസ് പോപ്പ് ചെയ്യും. എന്നിട്ട് ആ അഡ്രസ്സിൽ കിടക്കുന്ന മെയിൻ പ്രോഗ്രാം ലൊക്കേഷനിലേക്ക് കയറിയിട്ട് പ്രോഗ്രാം റെസ്യൂം ചെയ്യും. ഇനി അടുത്തതാണ് റിട്ടേൺ ഇഫ് നോ ക്യാരി ഇല്ലെങ്കിൽ. ഒരു സബ് പ്രോഗ്രാമിൻ്റെ ഉള്ളിലുള്ള ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ടിൽ ക്യാരി ഇല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകുക എന്നൊരു കണ്ടീഷനാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓപ്പറേഷന് ശേഷം CY എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു. ഇനി RP റിട്ടേൺ പോസിറ്റീവ്, അതിന്റെ വാല്യൂ പിന്നെ പോസിറ്റീവ് സൈൻ ആണെങ്കിൽ സൈൻ ഫ്ലാഗ് ചെക്ക് ചെയ്തിട്ട് സൈൻ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകുന്നു, മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അടുത്തത് RM റിട്ടേൺ ഇഫ് നെഗറ്റീവ്, അതൊരു സ്റ്റാറ്റസ് ഫ്ലാഗ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഫ്ലാഗിൽ സൈൻ ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകും, നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യും. ഇനി റിട്ടേൺ ഇഫ് 0, നമ്മുടെ സൈൻ ഫ്ലാഗിന്റെ വാല്യൂ സെറ്റ് ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ സ്റ്റാറ്റസ് ഫ്ലാഗിലെ സെറ്റ് ഫ്ലാഗിന്റെ വാല്യൂ സ്റ്റാറ്റസ് ഫ്ലാഗിൽ വരുന്ന സെറ്റ് ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ അടുത്തേക്ക് പോകുന്നു, മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതാണ് RSET. പിന്നെ RNSന്റെ നേരെ ഓപ്പോസിറ്റ് റിട്ടേൺ ഇഫ് നോ 0 ഇല്ലെങ്കിൽ, അതായത് റിട്ടേൺ ഇഫ് നോ 0. ഇനി പാരിറ്റി ഇവൺ ആണെങ്കിൽ എവിടത്തേക്ക് പോകുന്നു, ഇവൺ പാരിറ്റി ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് നോക്കിയിട്ട് ഇവൺ പാരിറ്റി ആണെങ്കിൽ എവിടത്തേക്ക് പോകുന്നു, മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതുപോലെ നമ്മുടെ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെയാണ് റിട്ടേൺ ഇഫ് ഓഡ് പാരിറ്റി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അങ്ങനെ ഓഡ് പാരിറ്റി ആണെങ്കിൽ തിരിച്ച് നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഒരു റിസൾട്ട് അത് നമ്മൾ സ്റ്റാറ്റസ് ഫ്ലാഗ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഓഡ് പാരിറ്റി ആണെങ്കിൽ എവിടത്തേക്ക് പോകുന്നു, മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതാണ് RPO. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്.